ഇന്ന് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നത് പാലക്കാട് ജില്ലയിലാണ്. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ശ്രീജ ടീച്ചറാണ് എൻ്റെ കൂടെ ഉള്ളത്. ഡാൻസ് ടീച്ചറാണ്. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ ക്ലാസ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിന് വരണം തോന്നിയത്? ടീച്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടാവുമല്ലോ. ഞാൻ ഒരു 10-20 വർഷമായി ഡ്രൈവിംഗ് പഠിച്ചിട്ട്. അപ്പം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്ന ശേഷം എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആ പേടി ഇന്നത്തോടു കൂടി മാറിക്കിട്ടി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഞാൻ പഠിക്കാനുണ്ടായിരുന്നു. അന്ന് ഡ്രൈവിംഗ് പഠിച്ച പോലെയല്ല ഇപ്പോഴത്തെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. ടീച്ചർ ഇപ്പോൾ എവിടെ പഠിപ്പിക്കുന്നത്? എവിടെയാണ്? ഞാൻ പാലക്കാടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ പാലക്കാടാണ്. ഓക്കെ. പാലക്കാട് എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കറക്റ്റ്? ഒന്ന് കൊഴിഞ്ഞാമ്പാറയുണ്ട്, കല്ലേക്കുളങ്ങരയുണ്ട്. അങ്ങനെ 2-3 സ്ഥലത്തുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വഴിയിലൂടെ എടുക്കാന്നൊരു കോൺഫിഡൻസ് വന്നിട്ട് നല്ലവണ്ണം ബാക്ക് എടുക്കാൻ, റിവേഴ്സ് എടുക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറിക്കിട്ടി. ഒരു ജഡ്ജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയില്ലേ? പിന്നെ അടിപൊളി. അതാണ് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുക. സാധാരണ ഒരു ജഡ്ജ്മെന്റ് ആണ്. നമ്മൾ കറക്റ്റ് വണ്ടിയുടെ സൈസ് മനസ്സിലാക്കി ഓടിക്കാൻ പറ്റണം, എന്നാലും എല്ലാ വഴിയിലൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഭയങ്കര നാരോ വഴിയിലൂടെയൊക്കെ പോയല്ലേ? ഇഷ്ടംപോലെ പോയി. ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ ഓടിച്ചു. അതൊരു പ്രാക്ടീസായി. പിന്നെ പുതിയതായിട്ട് ഇങ്ങനെ ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവില്ല, അവരോട് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും, അതനുസരിച്ച് വിളിച്ചിട്ട് നല്ല ഡ്രൈവിംഗ് നല്ല രീതിയിൽ, അതെങ്ങനെ പറയാൻ ഞാൻ അറിയാം. ഉദാഹരണം തന്നെ ഞാൻ തന്നെ അതിന് സാക്ഷി. നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റും, ധൈര്യത്തോടു കൂടി ഓട്ടിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇങ്ങനെ പാലക്കാട് നിന്നൊക്കെ. പിന്നെ കുറേ പേര് ക്ലാസ്സിന് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫീഡ്ബാക്ക് വീഡിയോ എല്ലാവരോടും ചോദിക്കാറില്ല. ഇപ്പോൾ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ വില്ലിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തത്. എന്തായാലും ഫീഡ്ബാക്ക് വീഡിയോ തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ടീച്ചറെ. അപ്പം പാലക്കാട് ജില്ലയിലുള്ളവർക്ക് ഇനി ടീച്ചറെ കാണാം അവിടെ ഇവിടെയൊക്കെ വണ്ടി എടുത്ത് പോകുന്നത്. പാലക്കാട് ചിലപ്പോൾ എറണാകുളമൊക്കെ പോകട്ടെ, എറണാകുളമൊക്കെ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. അതെ, തീർച്ചയായും പോകണമല്ലോ. അപ്പം ടീച്ചറൊക്കെ എവിടെയെങ്കിലുമൊക്കെ വഴിയിൽ നിങ്ങൾ കാണും. പാലക്കാട് ജില്ലയിലുള്ളവരൊക്കെ ഒരുപാട് പേര് പാലക്കാട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ചിലപ്പോൾ ടീച്ചറെ പരിചയമുള്ളവർ തന്നെ ഒരുപാട് പേരുണ്ടാവും, സ്റ്റുഡൻസൊക്കെ ഒരുപാട് പേരുണ്ടാവും. എന്തായാലും ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. താങ്ക് യു. ബൈ.